ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മന്തിയൊക്കെ വരുന്നതിന് മുന്നേ ഗൾഫുകാരുടെ അടുക്കളയിൽ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഒരു ഐറ്റംസാണ് മജ്ബൂസ്. ഇപ്പോൾ അധിക സ്ഥലത്തൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല. എല്ലാവരും ഇപ്പം മന്തിൻ്റെ പല വേർഷനിലേക്കും തിരിഞ്ഞിട്ടിരിക്കല്ലേ. അപ്പോൾ നമുക്ക് മജ്ബൂസ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അതിനായിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂണ് മിൽമ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോറിനും കൂടി ആവശ്യമായ എണ്ണ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതാ സ്പൈസസ് ആയിട്ട് 2 ഏലക്കായിട്ടുണ്ട്, കറുവാപ്പട്ടയും പിന്നെ ഗ്രാമ്പൂ, ഒരു 10 കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും 2-3 പച്ചമുളകും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതാ ഒരു സവാളയാണ് അരിഞ്ഞിട്ടത്. അത് ഒരുപാടുണ്ട്, കാരണം എന്ന് വെച്ചാൽ വലിയ സവാള ആയതുകൊണ്ടാണ്. ചെറുതാണെങ്കിൽ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 2 സവാള എടുത്താൽ മതി. പിന്നെ ഇതാ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്കും കൂടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ അത് ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതുകൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ നല്ല പോലെ ഒന്ന് വഴഞ്ഞ് കിട്ടിയാൽ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 2.5 സ്പൂണ് മജ്ബൂസ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉണക്ക നാരങ്ങ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മുറിച്ചിട്ട് ഇട്ടാൽ നല്ലത്, അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങി വരും. ഞാനതിന് ജസ്റ്റ് കത്തി കൊണ്ട് ഒരു കുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നാരങ്ങ അതിലേക്ക് ഇട്ടെടുത്തത്. അങ്ങനെ അതൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ചോറിന് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2.5 പാട്ട വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവായതുകൊണ്ട് വീണ്ടും ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചോറിന് ബസ്മതി റൈസ് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് അത് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയ അരി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മജ്ബൂസിൻ്റെ കൂടെ ഞാനൊരു ജ്യൂസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് ആദ്യം എനിക്ക് പറയാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ്. പിന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണം. പിന്നെ ഇതാ നമ്മുടെ അരിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ എന്നിട്ട് അരിയൊക്കെ ഇട്ട് കൊടുക്കൽ. അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. നല്ല പോലെ ഒന്ന് തിളച്ച് വന്നാൽ അത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് അവിടെ വെച്ചിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം ഇതാ തുറന്ന് നോക്കുമ്പോൾ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ചോറൊക്കെ ഒന്ന് ഇളക്കി, ചോറും ചിക്കനൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് അവിടെ വെച്ചാൽ നമ്മുടെ മജ്ബൂസ് റെഡിയാകും. അങ്ങനെ ഇതാ ഇളക്കി കൊടുത്തിട്ട് ഞാൻ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ചോറായിട്ടുണ്ട്. നല്ല കറക്റ്റ് ചിക്കനും റൈസും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി എല്ലാവർക്കും വിളമ്പി കഴിക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. എപ്പോഴും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. വീഡിയോ ഇടാൻ പറ്റാനിട്ടോ വീഡിയോ ഇടാൻ കണ്ടൻറ്റ് ഇല്ലാഞ്ഞിട്ടോ അല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ എപ്പോഴും ഒരേ സെയിം ഇതന്നെയായിരിക്കും. കാരണം ഓർഡറുകളും കാര്യങ്ങളൊക്കെ സെയിം ആണല്ലോ. അപ്പോൾ എപ്പോഴും ഒരേ സെയിം വീഡിയോ എടുക്കുമ്പോൾ എനിക്കും മടുപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കാണുന്ന നിങ്ങൾക്കും മടുപ്പ് വരും എന്ന തോന്നൽ കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരിക്കുന്നത്. ടൈം കിട്ടുമ്പോഴൊക്കെ ലോങ് വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് മൾബറി ജ്യൂസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് മൾബറി എടുത്തിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല മുഞ്ചില്ല അല്ലേ. ബ്ലൂബെറി, റാസ്ബെറിനൊക്കെ പോലെ തന്നെ ഒരുപാട് വിറ്റാമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ്. അപ്പോൾ ഇതാ കുറച്ച് മൾബറി എടുത്തിട്ട് ഞാൻ ജ്യൂസിൻ്റെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളും ഞാൻ ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അത് തന്നെ ധാരാളമാണ്. പിന്നെ ഇത് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഐസ് ക്യൂബ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. കാരണം നല്ല ചൂടല്ലേ, ചൂടിന് നല്ല തണുപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പാല് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കട്ടപ്പാലാണെങ്കിൽ പിന്നെ ഐസ് ക്യൂബിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇത് പിന്നെ സാധാ നോർമൽ പാലായതുകൊണ്ട് ഞാൻ നല്ലോണം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു. പിന്നെ അത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താൽ നമ്മുടെ മൾബറി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള മൾബറി, വിറ്റാമിൻ സി, ഇരുമ്പ്, ഫൈബർ എന്നിവയാൽ സമൃദ്ധമായ മൾബറി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ദിവസവും മിതമായ അളവിൽ മൾബറി കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും ശരീരഭാരം കുറക്കാനും ഏറെ
ഗുണകരമാണ്. വർത്താനത്തിൻ്റെ അടുക്കൽ എൻ്റെ കൺട്രോൾ പോയിട്ട് എൻ്റെ ജ്യൂസ് നിലത്തേക്കൊന്ന് തെന്നി വീണുപോയി ഗെയ്സ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.